ഞാനും പിന്നെ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സും നമ്മുടെ ബിജു JD സെക്രട്ടറിയും എല്ലാവരും ഇവിടുത്തെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രാഥമികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ ഇവിടത്തേക്ക് എവിടുത്തെ സംഭവം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഉണ്ടാവും. ഞങ്ങളുടെ ഇപ്പോഴത്തെ വരെ ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണ ഭാഗമായിട്ട് 34 പേര് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 9 persons ഡെഡാണ്. 5 പേരിനെ ഐഡന്റിഫൈ ചെയ്തു. അവരൊക്കെ ഫാമിലി മെമ്പേഴ്സ്ക്ക് ഏൽപ്പിച്ചു. 2 പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ സ്റ്റിൽ ഇൻ ദ ഹോസ്പിറ്റൽ. ബാക്കി 2 പേരുടെ അവരുടെ ഐഡന്റിഫൈ ആയിട്ടില്ല. അവർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളിലെ 13 പേര് പോലും ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ബാക്കി 10 പേര് വീട്ടിൽ പോയി. നേരത്തെ അവർക്ക് ഒരു പരിക്കില്ലാതെ 2 പേർക്ക് പരിക്ക് കിട്ടിയതിനു ശേഷം അവർ കുറച്ച് സിറ്റുവേഷന് ശേഷം they have gone back to their homes. Now we have formed a major investigation team here. 18 teams form ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ കമ്മീഷണർ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലാണ്. To take care of this site here, we have one particular special team and another team has been formed under the for the investigation purpose. നമ്മുടെ ACP ക്രൈം ബ്രാഞ്ച് തൃശ്ശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിലേക്ക്. വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദി ഹൗ ദ ഇൻസിഡന്റ് ഹാപ്പൻ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് വി ഹാവ് ടു ടേക്കൻ ദെയർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതാണ്. അതിന് ഇപ്പോൾ കൂടെ നമ്മൾ ബാക്കിയുള്ള സർവൈവേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ററാക്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് ഒരു അസസ്മെന്റ് വരാൻ പറ്റുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾക്ക് ആൾറെഡി ഫോറൻസിക് ടീം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. കടാവർ ഡാക്സ് ഉപയോഗിച്ച് നമ്മൾ ബാക്കി ആരെങ്കിലും ഏതെങ്കിലും അവശേഷങ്ങളോ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ ഫോറൻസിക് ടീം അവിടുത്തെ തെളിവുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് ബേസിസിലും പെസോയുടെ ഇൻവെസ്റ്റിഗേഷനും പോലീസ് ഇൻവെസ്റ്റിഗേഷനും ആയിട്ട് ശേഷം മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള നമ്മുടെ ശ്രമം അങ്ങോട്ട് വി ഹാവ് റിക്വസ്റ്റഡ്. ഞങ്ങളുടെ ടീംസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ കൂടെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു. അതെ 34 പേര് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവർ നമ്മുടെ ഈ രക്ഷപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ കുറച്ച് ഇപ്പോൾ ലിറ്റിൽ ഷോക്ക്. അവരോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ്. അതിലേക്ക് അതിൽ ആവശ്യം നമ്മൾ വിൽ കളക്ട് ദ ഡീറ്റെയിൽസ് ഫ്രം ദം. മോർ ഡീറ്റെയിൽസ് അപ്ലോഡ് എടുക്കും നമ്മൾ. അതിന്റെ അവരുടെ സംസാരിക്കുകയാണ്. അത് കുറച്ച് പേർക്ക് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ തെറ്റിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിന് മേ ബി ബൈ ആഫ്റ്റർനൂൺ വിൽ ബി ഏബിൾ ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. അതിലേക്ക് അതിന് സ്ത്രീകളുടെ കാര്യത്തിന് 3 സ്ത്രീകളുടെ കാര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തോ അതിന്റെ ആയിട്ടില്ല. അതിന് നമ്മൾ ശ്രമം നടക്കുന്നുണ്ട്. ഫോറൻസിക് ടീം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി വിദഗ്ധർ കൂടെ ചെയ്യാതെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിലേക്ക് ഇവിടെ എല്ലാം അവർ ആൾറെഡി നമ്മുടെ ടീംസ് പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നൗ ദേ ഹാവ് ഐഡന്റിഫൈഡ് ദാറ്റ് സേഫ് ദ പ്ലേസ് ഈസ് സേഫ് ദേർ. അവിടെ റിമൈൻസ് ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ദാറ്റ്സ് വാട്ട് വി ഫീൽ. ഇവിടെയുള്ള പരിശോധന ഇന്ന് പൂർത്തിയാകുമോ? മോസ്റ്റ് ലൈക്ലി ഇന്നോ അല്ലെങ്കിൽ നാളത്തേക്ക് ഇത് ഇവിടുത്തെ പൂർണ്ണമായിട്ട് തീർക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ ടീം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കടാബർ ടീംസ് എല്ലാം വെച്ചിട്ട് ഡോഗ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ വി വാണ്ട് ടു കംപ്ലീറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ഹിയർ ബൈ ടുഡേ ഈവനിംഗ് ആൻഡ് എക്സ്പെക്ട് ടുമോറോ ആഫ്റ്റർനൂൺ. ഇവിടെ തെറ്റില്ലാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.